2026 ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രക്ഷേപണം സി എന്റർടൈൻമെന്റിനാണ് ലഭിച്ചിട്ടുള്ളത്. ടിവി ചാനലുകളിൽ ഏതെല്ലാം ചാനലുകളിലാണ് നമുക്ക് കളി കിട്ടുന്നതെന്നും അതുപോലെ തന്നെ വിദേശത്ത് നമുക്ക് ഏതെല്ലാം ചാനലുകളിലാണ് കളി കാണാൻ കഴിയുന്നത് എന്നും അതുപോലെ OTT പ്ലാറ്റ്ഫോമുകൾ ഏതെല്ലാമാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അവിടെ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സിയുടെ OTT ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ചതിയെക്കുറിച്ച് പറയാനാണ്. മുന്നേ ഇൻസ്റ്റാൾ ചെയ്തവർക്കറിയാം, സിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തെ പ്ലാനിന് 799 രൂപയായിരുന്നു വന്നിരുന്നത്. ഈ ഒരു പ്ലാന് നമുക്ക് 3 ഡിവൈസിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഡിവൈസിൽ മാത്രമാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ 3 ഡിവൈസിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് കയറ്റിയത്, ഇപ്പോൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, അതായത് വേൾഡ് കപ്പിന് മുന്നേ റീചാർജ് ചെയ്തവർക്ക് ഇപ്പോഴും 3 ഡിവൈസിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കമൻറ്റുകൾ വന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തത്. ഒഫീഷ്യലായിട്ട് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇവർ ഒരു 3 ഡിവൈസ് എന്നുള്ളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റിയിട്ട് ഒരു ഡിവൈസ് എന്ന് നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, 3 ഡിവൈസ് എന്നുള്ളത് 1 ഡിവൈസ് എന്ന് മാറ്റിയിട്ട് അവർ ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ലൈവായിട്ട് നമുക്ക് യൂട്യൂബിനകത്ത് കളി കാണാൻ വേണ്ടി സാധിക്കുമെന്ന്. നമുക്കറിയാം, ഇന്ത്യക്ക് പുറത്ത് ഫിഫ വേൾഡ് കപ്പ് 2026 യൂട്യൂബിലൂടെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നമുക്കത് സാധ്യമല്ല. ഇതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ട് എങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്, മറ്റുള്ളവർ കൂടെ ഉപകാരപ്പെടട്ടെ. ഇപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ലൈവ് സ്ട്രീമുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അപ്ഡേറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അറിവുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.